ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഈസ് എ മാൻ്റെ 5th എപ്പിസോഡാണ്. ഈ ഡ്രാമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാനായി നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ഹീറോ അഡ്മിറ്റായി കിടക്കുന്നതുകൊണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിലും പയ്യൻ്റെ രൂപത്തിൽ ഇരുന്നിട്ട് ഞാനാണ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഞാനൊരു പയ്യനാണല്ലോ ഇപ്പോൾ എന്നുള്ളത് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞതാ, നിങ്ങളെല്ലാവരും ടെൻഷനായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ തമാശയാക്കിയതാണെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലും ബോധം വരുന്നുണ്ട്. ബോധം വരുമ്പോൾ അമ്മയും പപ്പയൊക്കെ നിനക്ക് എന്ത് പറ്റി, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുമാതിരി വരും. എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി പോലെ, അവൻ മാത്രം ഒരു അധികപറ്റായി നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് വിഷമിച്ച് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ അങ്ങ് വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയും അവരുടെ പിറകെ വരും. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്, നീ പേഷ്യൻ്റ് അല്ലേ, നീ പോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പോവാൻ. പക്ഷെ അവനും വെയിറ്റ് ഞാൻ ഒരു 2 മിനിറ്റ് നിന്നോട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഷോൾഡറിൽ തലവെച്ച് കിടക്കുന്നുണ്ട്. അവനാണെങ്കിലും ഹീറോയിൻ ഒരുമാതിരി തോന്നും. ആ സമയം അവിടേക്ക് ജൂനിയർ പെൺകുട്ടി വീണ്ടും വരുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നീ പേഷ്യൻ്റ് അല്ലേ, നിന്നോട് ആരാ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ വേണ്ടി, ഇവനാണെങ്കിൽ ഇത് ബോധമില്ലേ, അവൻ ഇങ്ങോട്ട് വിട്ടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നിന്ന് ഹീറോയെ അവൾ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമാവും. അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ സ്കൂളിലെ ലോക്കറിലിരിക്കുന്ന അവളുടെ തിങ്സ് ഒക്കെ എടുക്കാൻ വരും. കാരണം ഇപ്പോൾ അവൾക്ക് ക്ലാസ്സിന് വരാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് വിഷമിച്ച് നിന്നിട്ട് നമ്മുടെ ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവൻ്റെ സെമിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ ജൂനിയർ പെൺകുട്ടിയുടെ കൂടെയല്ല. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ജൂനിയർ പെൺകുട്ടി എടുത്ത് നീ എൻ്റെ കൂടെ പുറത്തു വരാൻ പറയുമ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഡ്രിങ്ക്സ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ അത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം താങ്ക്സ് എന്ന് പറയും ഹീറോ. എന്തിനാ താങ്ക്സ്, അതിനാണോ നീ ഇത് വാങ്ങിച്ചു തന്നത്? ശരി, ഓക്കെ, ഇത് പോരാ, എനിക്ക് എന്തായാലും ഇവിടെ ഒരു പുതിയ കഫേ തുടങ്ങിയിട്ടുണ്ട്, നീ എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും ശരി, ഓക്കെ, ഞാൻ കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും നിന്റെ ഹീറോയിൻ എന്തിൻ്റെ കുഴപ്പമാ, അവൾ ആരാ നിന്റെ, അവൾ എന്തിനാ ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത്, അവൾ നിന്റെ പാരൻസിൻ്റെ അടുത്ത് അവളാണ് നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു തന്നേ. നമ്മുടെ ഹീറോ ആണെങ്കിലും വായിലുള്ള വെള്ളം എല്ലാം തുപ്പുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. ഹീറോയിൻ ആണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുത്തുണ്ടാവില്ല. പിന്നെ അവളുടെ ദേഹത്ത് വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ എന്ത് ചെയ്യാതെ ഉടച്ചു കൊടുക്കും. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിൻ അവളെ ഷൗട്ട് ചെയ്ത് വിളിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് ഹീറോയിൻ്റെ അടിച്ചിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നീ എന്തിനാ സ്കൂളിൽ വന്നതെന്ന്. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് നീ കണ്ടില്ലേ, ഞാൻ എൻ്റെ തിങ്സ് എടുക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ മെസ്സേജ് നോക്കാൻ എനിക്ക് എവിടെയാണ് സമയം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ടിപ്പിക്കൽ മലയാളി പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിലും നീ എന്നാലും ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി വിട്, ഞാൻ നിന്നെ ഒരു കഫേയിൽ കൊണ്ടുപോകാന്ന് പറയും. ഉടനെ അവളും പറയും ഞാൻ പറഞ്ഞ കഫേയിലാണോ നീ കൊണ്ടുവിടാൻ പോകുന്നത്, ഞാനല്ലേ പറയുന്നത്. അപ്പം അവൾ പറഞ്ഞ സ്ഥലത്താണല്ലേ എന്നെ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറയും. ശരി, ഓക്കെ, ഞാൻ പോരുന്നെന്ന് പറയുമ്പോൾ അവളും പറയും ഞാനും വരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയെ പിടിച്ചോണ്ട് രണ്ടുപേരും 2 കയ്യിൽ ബലമായിട്ട് കൊണ്ടുപോവായിരിക്കും. വെയിലത്തിട്ടാണെങ്കിലും രണ്ടുപേരും കൈവിടില്ല, അകത്തോട്ട് കയറാൻ പോലും പറ്റില്ല. ഹീറോ പറയും നിങ്ങൾ എന്താ എന്നെ കൈവിടുക, എല്ലാവരും നോക്കുന്നതെന്ന് പറയും. അവർ വിടത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ശരി വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചരിഞ്ഞാണ് ഡോറിൽ കൂടെ അവർ 3 പേരായിട്ട് കയറുന്നത്. എന്നിട്ട് ഹീറോയുടെ അടുത്തുള്ള സീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനും ആ പെൺകുട്ടിയും കൂടെ കിടന്ന് ഫൈറ്റ് ചെയ്യായിരിക്കും ആ ചെയറിന് വേണ്ടിയിട്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാവരും നോക്കുന്ന നാണക്കേടാ, മര്യാദയ്ക്ക് ഇരിക്കുന്നൊക്കെ പറയും. എന്നാലും അവർ സമ്മതിക്കില്ല, എൻ്റെ ചെയറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സഹിയായിട്ട് അവിടെ നിന്നിട്ട് ഓപ്പോസിറ്റ് ചെയറിൽ പോയിരിക്കും. ഇനി അവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഫുഡ് വന്നിട്ടുണ്ടായിരിക്കും. ഫുഡ് വന്നതിന് ശേഷം അതിലുള്ള ചില്ലി സോസിനെ പരസ്പരം ഒഴിച്ച് അതൊരു ഗെയിമായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ സ്പൈസി കഴിക്കുന്നത് എന്നുള്ള രീതിക്ക് ഗെയിമായിട്ട് കളിക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് തീരെ തേക്കുന്നുണ്ടായിരിക്കത്തില്ല. നമ്മുടെ ഹീറോയിൻ പറയും എനിക്ക് റൈസ് ബോൾ വേണം, ഫിഷ് ബോൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജൂനിയർ പെങ്കൊച്ചാണെങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ മാത്രമായിട്ടിരിക്കുകയായിരിക്കും. ആ സമയം ഹീറോയിൻ ആണെങ്കിൽ കഷ്ടപ്പെട്ട് കുറേ മധുരമൊക്കെ കഴിക്കുകയാണ്. അത്രയ്ക്ക് എരിച്ചിട്ടുണ്ടായിരിക്കും. നിനക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടമാണ് സഹിക്കുന്നത്, കണ്ടോ എൻ്റെ ഈ ചുണ്ടൊക്കെ എരിച്ച് വയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയ്ക്ക് ആ ശരിക്കുള്ള ഹീറോയിൻ പെൺകുട്ടിയായിട്ടുള്ള ഹീറോയിനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ട് എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു ഹീറോ പറയാം. ഉടനെ അവളാണെങ്കിലും നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കും. അപ്പം വീണ്ടും നമ്മുടെ ഹീറോയിനെ പയ്യൻ രൂപത്തിൽ തന്നെ കാണുന്നുണ്ട്. ഒന്നുമില്ല, അറിയാതെ പറഞ്ഞതാണെന്ന് പറയും. ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ എന്തോ ഒരു സാധനം മറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. അതവർ വിളിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഒരു ബുക്കും കൂടെ അവളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ആ ബുക്കിനകത്ത് നമ്മുടെ ഹീറോയിൻ്റെ ശരിക്കുള്ള രൂപത്തിലുള്ള ഒരു ഫോട്ടോയും ഉണ്ടായിരിക്കും. അവളത് അവളുടെ പറഞ്ഞ് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ ചേച്ചി ഓഫീസിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവളെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ മീറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഹീറോ പറയും സോറി, ഓഫീസ് ടൈമിന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തേന്, നീ എന്തിനാ എന്നെ കാണാൻ വന്നത്, എൻ്റെ അനിയത്തിയോട് ബ്രേക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണോ എന്ന് ചോദിക്കും. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചേച്ചി പറയും. അപ്പോൾ പറയും അത്
അതിനൊന്നുമല്ല, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആകെ ഒരേ ഒരു ഹെൽപ്പാണ് വേണ്ടത്. എനിക്ക് അവളെ പറ്റി അറിയണം, എനിക്ക് അവളെ പറ്റി മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നിന്റെ ഹെൽപ്പ് വേണമെന്ന്. വലുപ്പ ചേച്ചി പറയും, ഓ എൻ്റെ അനിയത്തി ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ആ പയ്യനായി മാറിയതിന് ശേഷം അവൾക്കൊന്ന് വാഷ്റൂം പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി അവൾ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവൾക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടും പല പല ബുദ്ധിമുട്ടുകൾ അവൾ ഫേസ് ചെയ്യുന്നുണ്ട്. കരിയറാണ് ബ്രേക്ക് ആയത്, അവൾക്കൊരു ജോലി പോലും ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ ഒത്തിരി വിഷമിക്കുകയാണെന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ട ഹീറോയ്ക്ക് അവൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അവളുടെ അനിയത്തിയെ കാണാൻ പോകുന്നുണ്ട്. അനിയത്തി അടുത്ത് പോയിട്ട് ഹായ് എന്ന് കാണിക്കുമ്പോൾ ഇവനെ അറിയാത്ത പോലെ അവളങ്ങ് പോകും. നിക്കെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കും. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് മേക്കപ്പ് സെറ്റാണെന്ന് പറയും. നീ എന്തിനാ എനിക്ക് മേക്കപ്പ് സെറ്റ് തരുന്നത്? നീ എന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ടല്ലോ, നീ എൻ്റെ ചേട്ടനായിട്ട് ഇതുവരെ നടന്നിട്ടില്ല, പിന്നെ നീ എന്തിനാ ഇത് കൊണ്ടുവന്നിരിക്കും? എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കും. ഓ എന്തായാലും ഹെൽപ്പ് ചെയ്യാം, എൻ്റെ ചേട്ടനായി പോയില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ബാഗിനെ തൂക്കി എറിഞ്ഞിട്ട് ആ മേക്കപ്പ് സെറ്റ് മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഹീറോയുടെ അനിയത്തിയെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറായിട്ടൊരു ജോലി നമ്മുടെ ഹീറോ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എന്തൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ ഉള്ളത് നമ്മുടെ ഹീറോയിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ പാരൻസ് ആണെങ്കിലും ഞങ്ങളുടെ മോൾ ഇതുവരെ ഒരു ട്യൂട്ടർ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് പറയുന്നത്, പിന്നെ അവളുടെ മാർക്കും വളരെ കുറവാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞും കൊണ്ട് നമ്മുടെ ഹീറോയിനെ കുറെ ഇന്റർവ്യൂ എടുക്കുന്ന പോലെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഹീറോ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും എല്ലാം ആൻസർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരെണ്ണം തെറ്റും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലും തമാശ പോലെ തന്നെ മാറ്റി അങ്ങ് വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ പാരൻസ് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ തെറ്റിച്ച ആ ക്വസ്റ്റ്യനും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവൾ ഒരുപാട് കളിയാക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ഒരു കോൾ വരും. അവൾക്ക് എന്ത് പറ്റി, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു വെക്കും. നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആണെങ്കിൽ എവിടെയോ കുടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കോൾ വന്നതാണ്. അവളാണെങ്കിൽ നമ്മുടെ ഹീറോയെ കൂട്ടിയിട്ട് അവിടെയൊക്കെ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട്, ഓ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ എത്തിയോ, ഓ നിന്റെ ഡാർലിംഗും വന്നിട്ടുണ്ടോ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ എത്ര കുടിച്ചു എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ കൂടെ പോകുന്നതായിട്ട് പറയും, ഒരു കുപ്പിയെ തുറന്നോളൂ, ആ കുപ്പി തുറന്നതിന്റെ ക്ഷീണമാണ് ഇത്രയും കാണുന്നതെന്ന് പറയും. അപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും, നീ നിനക്ക് എന്തിന്റെ കേടാ, നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയും. നിനക്കറിയോ എൻ്റെ ജീവിതം എല്ലാം പോയി, ഞാൻ എത്ര ഡേറ്റിന് പോയി, എൻ്റെ ജീവിതത്തിൽ ആരെയും കിട്ടുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയും, നീ സിംഗിൾ അല്ലേ, നീ സിംഗിളിൽ അടിപൊളിയാണെന്നല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അപ്പൊ നല്ല ലൈഫല്ലേ അതെന്ന് പറയും. പോടാ എണീറ്റ്, എനിക്ക് ഇപ്പോൾ ഒരാളില്ലാത്തത് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു ഏതൊരു എന്നെ കണ്ടാലും എനിക്ക് ഫീലിങ്സ് വരുന്നുണ്ട്, എന്തിന് നിന്നെ കണ്ടപ്പോലും എനിക്ക് ഫീലിങ്സ് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ സങ്കടം പറയും. എന്നിട്ട് അവൾ പറയും, ഇന്ന് അവൾക്കൊരു ഡേറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഡേറ്റിങ്ങിന് വന്ന ആളാണെങ്കിലോ ഭയങ്കര വയസ്സായ ആള്, പോരാത്തതിന് മൊട്ട തലയും കഷണ്ടി വിഗൊക്കെ വെച്ചാണ് വന്നത്. അതും കൂടെ കണ്ടപ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിന് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വയസ്സായ ആള്, കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയ ആള്, 3 പിള്ളേരുടെ അച്ഛൻ, അല്ലാതെ ഈ വയസ്സായി കുഴിയിലോട്ട് പോകേണ്ട ആൾക്കാരൊക്കെ എൻ്റെ ഹസ്ബൻഡാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് ഞങ്ങൾ ഒത്തിരി സങ്കടം പറയും. പക്ഷെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, നിന്നെ കണ്ട ആയ ഒരു പയ്യനെ നിന്നെ ഇഷ്ടമായി, അയാൾക്കാണ് അടുത്ത ബർത്ത്ഡേ പാർട്ടിക്ക് നീ അവനെയും കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ മെസ്സേജ് ആണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവൾ ദേഷ്യപ്പെട്ട് അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള വെള്ളം തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിന്റെ ദേഹത്തൊക്കെ വെള്ളമാവും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് തുടച്ചു കൊടുക്കും. ആ സമയം നമ്മുടെ ഹീറോയിൻ കാര്യം ശ്രദ്ധിക്കും. ആ ഒരു ജൂനിയർ പെൺകുട്ടിക്ക് തുടച്ചു കൊടുത്ത പോലെ സോഫ്റ്റ് ആയിട്ടല്ല ഇവക്കിട്ട് തുടയ്ക്കുന്നത്. ഓ എൻ്റെ അടുത്തോളം ഇഷ്ടം കുറഞ്ഞോ നമ്മുടെ ഹീറോയ്ക്ക് എന്ന് നമ്മളെ ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഉറക്കം എണീക്കുമ്പോഴേക്കും അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവളെന്നേരം ബോധമില്ലാത്ത സമയത്ത് നിന്നെ എനിക്ക് ബോയ് ഫ്രണ്ടായിട്ട് വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഓർത്തവർക്ക് ഭയങ്കര നാണക്കേട് പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ, നീ എണീറ്റോ, ഞാൻ നിനക്ക് വേണ്ടി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, പെട്ടെന്ന് ബ്രഷ് ചെയ്തിട്ട് വരാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരും ഫ്രണ്ടും അവനും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ആ സമയം നമ്മളുടെ ഹീറോ ആണെങ്കിൽ, ശരി നീ അതൊക്കെ വിട്ടുകളാ നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട്. അവരങ്ങനെ 1-2 സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിനും ഫ്രണ്ടും കൂടെ ഉള്ളൊരു ഫോട്ടോ കാണുന്നുണ്ട്. അതിന് പണ്ട് കൊച്ചായിരുന്നപ്പോൾ നമ്മുടെ ഹീറോയിന് ഒരു റൈറ്റിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും, നീ നിന്റെ കരിയർ നോക്കിക്കൊണ്ടിരിക്കാതെ നീ എഴുതാൻ തുടങ്ങും, നിനക്ക് നല്ല കഴിവുണ്ട്, അതിനിപ്പം നീ പയ്യനാണോ പെൺകുട്ടിയാണോ എന്നുള്ളതൊന്നും അതിന് ബാധകമേ അല്ല, നീ എത്രയും പെട്ടെന്ന് നിന്റെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ വീട്ടിലെത്തിയിട്ട് അവളുടെ ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ബുക്ക് ഇരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഹീറോയിന് വേണ്ടി എഴുതിയൊരു ബുക്കാണ്. അവൾ പയ്യനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ പയ്യന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പയ്യന്മാർ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഭയങ്കര ക്യൂട്ടായിട്ട് നോട്ട് പോലെ സ്റ്റിക്കേഴ്സും വെച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹീറോയിന് ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. പോരാത്തതിന് അവൾ അതുകൊണ്ടായിരിക്കാം അവളുടെ ഡെഡ്ലൈൻ ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിഷമിക്കുന്നുമുണ്ട്.
നമ്മുടെ ഹീറോ കഫേയിലിരിക്കുകയായിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ അവന് ഓർമ്മ വരും. എവിടെ നോക്കിയാലും ഹീറോയിൻ്റെ പ്രസൻസ് അവന് ഫീൽ ചെയ്യും. ആ സമയം ശരിക്കും ഹീറോയിൻ മുൻപിൽ വന്ന് നിൽക്കുന്ന പോലെ നിൽക്കും. അപ്പോൾ ഹായ് ഹീറോയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് പോയിട്ട് ഹീറോ നീ എത്തിയോന്ന് ചോദിച്ചുകൊണ്ട് അവനെ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. ശരിക്കും നോക്കിയാൽ അവൻ പയ്യനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്ന് സ്റ്റണ്ണിങ് ആയിരിക്കും. അവനവനെ ഹഗ് ചെയ്തല്ലോ ഇഷ്ടപ്പെടാത്ത പോലെ. ഇനി നമ്മുടെ ഹീറോയിൻ വന്നിട്ട് പറയും എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. എന്ത് ഹെൽപ്പാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനൊരു ബോയ് ഫ്രണ്ട് വേണം, അതിന് നീ ബോയ് ഫ്രണ്ട് ആവണമെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഒന്നാമത് ഞാനും അവളും സെറ്റ് ആവത്തില്ല, പോരാത്തിന് ഞാൻ വന്നിട്ട് എന്തെടുക്കാനാ, പിന്നെ നിനക്ക് എന്നെ ചെയ്തുവിടും, നീ എന്ത് സുന്ദരനാ, നീ ഒരു പ്രിൻസസ് പോലെയാണ് ഇരിക്കുന്നത്, നീ എന്തായാലും കുതിരയിൽ വരുന്ന ഒരു രാജകുമാരൻ പോലെ അവളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് കണ്ണാടി മുമ്പിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയുടെ അടുത്ത് ചോദിക്കും ഇല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിനക്ക് പ്രശ്നമുണ്ടോയെന്ന്. അപ്പം നമ്മുടെ ഹീറോയിനെ കൺവിൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഹീറോ ആണെങ്കിൽ നിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടില്ല, നീ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ കാണിക്കും. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ആ വിളിച്ച ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരിക്കും. അവിടെ പോകുമ്പോൾ ഇവൾക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കളിയാക്കും. അതിലൊന്നും ഇവളുടെ ഒരു കസിൻ സിസ്റ്റർ ആയിരിക്കും. അവളാണ് ഈ ഡേറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അവൾ കളിയാക്കി നിനക്ക് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കാൻ നോക്കും, അവന് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. അപ്പോഴേക്കും ആ ഒരു ഡേറ്റിങ്ങിന് വന്ന ആ കളവൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഞാൻ വിളിച്ചില്ലല്ലോ, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് പറയും. അപ്പോൾ അവനാണെങ്കിലും എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ ആയിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കാം. ശരി വാ നമുക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രണ്ടിൻ്റെ കയ്യിലോട്ട് അവൻ പിടിക്കുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ വീട് വിടും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ആ കയ്യിലോട്ട് വേറൊരാൾ പിടിക്കും. ആരാന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയിൻ ആയിരിക്കും. അത് കണ്ട് ഫ്രണ്ട് ആണെങ്കിൽ നീ എന്തിനാ ഇവിടെ വന്നത്, നീ പോകുമെന്ന് പറയും. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഇതാരാ ഇവന് സുന്ദരനാണല്ലോ എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ട് ആണെന്ന് പറയും. ഉടനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ തോളിൽ പിടിച്ചിട്ട് ഫ്രണ്ട് അല്ല ഞാൻ ഇവിടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. ഇപ്പം ബോയ് ഫ്രണ്ടോ അതിന് ഒരു ചാൻസും ഇല്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും ഇത് ഞാൻ അവളുടെ ഓൺ സൈഡായിട്ട് ലവ് ചെയ്യാണ്, എനിക്കിവളെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും. ഇവളെ കണ്ടിട്ട് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത്, ഇവളെ കണ്ണാടിയിലിരുന്ന് എനിക്ക് ഇവളെ മൊത്തത്തിലെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പം ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നിട്ടാണോ നീ ഡേറ്റിങ്ങിന് വേണ്ടി നോക്കിയിട്ടിരുന്നതെന്ന് ചോദിക്കും ആ ബിസിനസ്. എന്നിട്ട് ആ വന്ന പയ്യൻ്റെ അടുത്ത് സോറി ഇവൾ ഇങ്ങനെ എടുത്തയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ക്ഷമിക്കണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ശരി ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് പോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവനാണെങ്കിലും ഓക്കെ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിൻ ഫ്രണ്ടിൽ വരുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഹായ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൈ കാണിക്കും. അപ്പോഴാണ് നേരിട്ട് അടുത്ത് വന്നിരിക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൻ്റെ ജൂനിയർ പെൺകുട്ടിയാണെന്നുള്ളത്. ഹീറോയിനാണെങ്കിൽ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നീ എന്തിനാ എന്നോട് ചെയ്യുന്നത്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനാണ് നോക്കി, നിന്നെ സപ്പോർട്ട് ചെയ്യാനല്ലേ നോക്കിയതെന്ന്. അപ്പോൾ അവളും പറയും നീ എന്നോട് സംസാരിക്കേണ്ട, നമ്മൾ ഇനി സംസാരിച്ചാൽ ശരിയാവില്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, നീ ഹെൽപ്പിന് ചോദിച്ചു, ശരി ഓക്കെ എൻ്റെ അടുത്ത് ഇനി മിണ്ടല്ലേ, നമ്മൾ സംസാരിക്കുന്നത് ശരിയാവത്തില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ജൂനിയർ പെൺകുട്ടീനെ നമ്മുടെ ഹീറോയിനെ പോലെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനും ഫസ്റ്റ് ടൈം കണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫോട്ടോയിലുള്ള അതേ വേഷം ഇട്ടിട്ടായിരിക്കും ആ ജൂനിയർ പെൺകുട്ടി വന്നിട്ടുണ്ടാവുക. ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയെ കാണാൻ വരുന്ന ഹീറോയിന് കാണുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവളോട് നമ്മുടെ ഹീറോ പറയും ഞാൻ വേറൊരാളെന്ന് കരുതിയാണ് നിന്നോട് സംസാരിക്കാൻ വന്നത്, ഇപ്പം മനസ്സിലായില്ലേ ഞാനാണെന്നുള്ളതെന്ന്. അപ്പോൾ അവനാണെങ്കിലും മനസ്സിലായി എന്ന് പറയും. ഹീറോയിനാണെങ്കിൽ ഇതൊന്നും കണ്ട് വയ്യാതെ നിൽക്കുന്നിടത്താണ് നമ്മുടെ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുന്നത്. അടുത്തിന് എന്തൊക്കെ നടക്കുന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണാം ഫ്രണ്ട്സ്. നമ്മുടെ ഹീറോയിൻ ഇനി എപ്പോഴായിരിക്കും ശരിക്കും ഒരു പെൺകുട്ടിയായിട്ട് മാറുക എന്നുള്ളത് കാണാൻ എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബൈ.